ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ ഇപ്പോഴും അൻസിബയുടെ ആ വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പ്രശസ്ത സംവിധായകൻ ആലപ്പി അഷ്റഫ് ഈ അൻസിബയുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്താന്ന് വെച്ചാൽ ആ അമ്മയ്ക്കകത്ത് നടക്കുന്ന ഓരോ പരിപാടികളും ആലപ്പി അഷ്റഫ് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ നീനാക്കുറുപ്പ് കൊടുത്ത പരാതി, ആ പരാതിയും ഇതിൽ വായിക്കുന്നുണ്ട്. ഈ അമ്മയിലുള്ളവർ സംഘടിതമായി ചേർന്നുകൊണ്ട് തന്നെ അൻസിബയ്ക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു ചിലർ എന്ന് നമുക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും. എന്തായാലും കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്തായാലും അതിനകത്ത് ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും. കോടതി എന്താണെന്ന് പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ പറയുന്ന ആലപ്പി അഷ്റഫ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. അതിന് ആ അമ്മയുടെ അകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും, ഒരു താരം വിളിച്ചിട്ട് അൻസിബയുടെ പേര് അമ്മയുടെ ആ ഒരു കമ്മിറ്റിയിൽ കണ്ടപ്പോൾ ആ മേത്തച്ചിയെ ആരാണ് വെച്ചത്, ആ മേത്തച്ചി ജയിക്കാൻ പാടില്ല, ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന AMMA എന്ന സംഘടനയിൽ എത്രമാത്രം വർഗീയത അതിനകത്ത് കടന്നുകൂടി എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ പറയുന്നത്. നമുക്ക് കേൾക്കാം. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. മനസ്സിലായല്ലോ, അൻസിബയ്ക്കെതിരെയുള്ള ജാതി വിവേചനം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഈ ആലപ്പി അഷ്റഫ് പറയുന്നത്. അതുപോലെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുത്ത ആളാണ് ഈ അൻസിബ. അപ്പൊ അൻസിബയോട് എത്രയോ ആൾക്കാർക്ക്, ആ അമ്മ സംഘടനയിലുള്ള ഒരുപാട് പേർക്ക് അൻസിബയെ ഇഷ്ടമാണ്. അത് പലരും പറഞ്ഞിട്ടുമുണ്ട്. അൻസിബ സംസാരിക്കുന്നത് നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ്, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൃത്യമായി ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഈ ജാതി വിവേചനം വന്നത്. ഈ ജാതി വിവേചനം ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ എത്ര കൂട്ടുകാരാണ് എന്ന് പറഞ്ഞാലും തള്ളി പറഞ്ഞു കളയും. എന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു വിഷമാണ് ഈ ജാതി വിവേചനം എന്ന് പറയുന്നത്. ജാതി വിഷം. നീ ആ ജാതിയാണ്, ഞാൻ ഈ ജാതിയാണ്, അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റൊരു ജാതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ശരിയാക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ഈ ജാതി വിവേചനം കാണിക്കുന്നവർ അവർ മനുഷ്യരല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മനുഷ്യരെ എല്ലാം ഒരുപോലെ കാണാണ്. എല്ലാവർക്കും അവരവരുടേതായ ആരാധനാ ക്രിയകളുണ്ട്, ആരാധനാ കർമ്മങ്ങളുണ്ട്. പക്ഷെ അത് അവർ ചെയ്ത് അത് ആ വഴിക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ജാതി വിവേചനം വെച്ചിട്ട് മറ്റുള്ളവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഇന്ന ജാതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കാനോ പോകുമ്പോഴാണ് ഇത് വലിയൊരു വിഷയത്തിലേക്കൊക്കെ വരുന്നത്. എന്തായാലും ആലപ്പി അഷ്റഫ് ഇവിടെ പറഞ്ഞത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഒരു നടൻ എന്നുവെച്ചാൽ മഹാനടൻ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിനെയും കൂടെ കൂട്ടി വെച്ചുകൊണ്ട് അൻസിബയെ കുറിച്ച് സംസാരം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ എത്രമാത്രം ഒരാളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ അത് ഏത് രീതിയിലായിക്കോട്ടെ ഇല്ലാതാക്കണം എന്ന ഒരു വാശി അവിടെ ആർക്കോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക തകർച്ചയല്ലേ? ഇന്നിത് അൻസിബയ്ക്കും ഉഷയ്ക്കും എതിരെയാണ് ഉണ്ടായതെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കെതിരെയും ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? തീവ്ര മതചിന്തയുള്ള ലേഡീസും ഉണ്ടെന്നാണ് പറയുന്നത്.
വനിതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആരൊക്കെയാണെന്നൊക്കെ നമ്മളിപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രത്യേകം ഇനി പേരൊന്നും ആരുടെയും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്കും മലയാളികൾക്കെല്ലാം ഏകദേശം ആൾ ആരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജാതി മത ചിന്തകൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കെല്ലാം, മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന മനുഷ്യർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത്. നമ്മൾ ആദ്യം മുതലേ ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിനകത്ത് വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയുടെ ഒരു കടന്നുകയറ്റം ഇതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും പലയിടങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓരോ സ്ഥാപനങ്ങളും കൈയടക്കുന്നതും ഓരോ മേഖലകൾ കൈയടക്കുന്നതും അതിൽ ജാതി വരി കുത്തിവെക്കുന്നതും. അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ദോഷം ചെയ്യും. പക്ഷെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളൊന്നും അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഈ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാക്കാരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ആരാധിക്കുന്ന കുറേ പേരുണ്ട്. ഈ ആരാധകർ എന്തോ ചെയ്യണം എന്നറിയാമോ? അവർ പറയുന്നതെല്ലാം വേദവാക്യമാണെന്നെങ്കിൽ നമ്പും. അങ്ങനെ കുറച്ച് പേരുണ്ട് കേരളത്തിൽ. ഈ തമിഴ്നാട്ടിലൊക്കെയാണ് അത് കൂടുതൽ. പക്ഷെ കേരളത്തിലും അങ്ങനെ ഉണ്ട്. അവർക്ക് ഒരു നടനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പറയുന്നതെല്ലാം വേദവാക്യമാണെന്ന് പറഞ്ഞാൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് നടക്കും. പക്ഷെ ഇത് ന്യായീകരിക്കാൻ പോലും പറ്റാത്ത ഒരു തെറ്റാണ് ഈ ചെയ്തിരിക്കുന്നത്. അമ്മ എന്ന സംഘടനയിലുള്ള ഒരാളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, അവരെ വർഗീയവാദി എന്ന് പറയുക, അവരെ തീവ്രവാദിയാണെന്ന് പറയുക, എന്നിട്ട് അവരെ എങ്ങനെല്ലാം മാക്സിമം അവരെ ഉപദ്രവിക്കാമോ അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയാമോ അങ്ങനെ മോശം പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ആലപ്പി അഷ്റഫ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിലാകട്ടെ തീവ്ര മത നിലപാടുകളുള്ള ചില സ്ത്രീകളുണ്ട്. അവർ കൂടി ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മുഖം നോക്കാതെ വിട്ടുവീഴ്ചകളില്ലാത്ത ധീരമായ നടപടികളാണ് ഇവർക്കെതിരെ നടത്തേണ്ടത്. അപ്പം ഒരു നടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നടി വന്ന് പറഞ്ഞിരുന്നു അൻസിബയ്ക്കെതിരെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറയത്തുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ന്യായീകരിച്ച് ടിനി ടോമിനെ ഉൾപ്പെടെ ഉള്ളവരെ ന്യായീകരിച്ചുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. പക്ഷെ ഇപ്പോൾ ആലപ്പി അഷ്റഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആലപ്പി അഷ്റഫിനോട് സംസാരിച്ച ഒരു നടി തീവ്രവാദി എന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന അൻസിബയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അടിവരയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഇത്. അൻസിബ കള്ളത്തരം പറയുന്നതല്ല. അൻസിബയ്ക്ക് അമ്മ എന്ന സംഘടനയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് അൻസിബ തന്നെ പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അൻസിബ വെളിയിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് ഇത് പറയേണ്ടി വന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ അൻസിബയ്ക്ക് അവിടെ നീതി ലഭിക്കും? ആലപ്പി അഷ്റഫിനോടും ഒരു നടി ഇതുപോലെ തീവ്രവാദി എന്ന് പറഞ്ഞ അൻസിബയെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ആ ലിസ്റ്റിൽ, ആ അമ്മയുടെ ഭാരവാഹികളുടെ ലിസ്റ്റിൽ അൻസിബയെ കണ്ടപ്പോൾ ആ മേത്തച്ചിയെ അവിടുന്ന് വെട്ടിക്കളയണം, മേത്തച്ചി വരാൻ പാടില്ല എന്ന് പറഞ്ഞ മറ്റൊരു നടനും. തീർച്ചയായിട്ടും ഈ പറയുന്ന അമ്മ സംഘടനയിൽ ഇങ്ങനെ ഒരു വർഗീയത അല്ലെങ്കിൽ വർഗീയവാദികൾ കടന്നുകൂടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? കലാകാരന്മാരുടെ ഇത്തരം മനോഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ വലിയൊരു വിപത്തിലേക്കാണ് കലാ സാംസ്കാരിക രംഗത്തെ കൊണ്ടെത്തിക്കുക എന്നതോർക്കുക. ജാതീയമായും വംശീയമായും വേർതിരിവ് കാണിക്കുന്നവർ എത്ര വലിയവരാണെങ്കിലും അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുകയും കലാമേഖലകളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടതും അനിവാര്യമാണ്. ഇനി മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായ നീന കുറുപ്പിന്റെ സങ്കടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ അമ്മയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവർക്ക് സംഘടനയിലെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി പരാതി നൽകേണ്ടി വന്നു. ആ കത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാൻ പറ്റില്ല, കാരണം അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. ഇത് നീന കുറുപ്പ് ഈ അമ്മ എന്ന സംഘടനയിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള വൃത്തികേട് പറയുന്നതിനും ഇതുപോലെ ജാതീയ വെറി നടത്തുന്നതിനുമെതിരെ അല്ലെങ്കിൽ അങ്ങനെ കണ്ടതിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ കേട്ടതിനെതിരെ തനിക്കും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ലെറ്ററിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. ആ ലെറ്ററിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഈ പറയുന്ന ആലപ്പി അഷ്റഫ് വായിക്കുന്നത്. നിങ്ങൾ അത് കൃത്യമായിട്ട് കേൾക്കണം. ആലപ്പി അഷ്റഫ് ആ ലെറ്ററിന്റെ മൊത്തമായ ഭാഗങ്ങൾ വായിക്കുന്നില്ല. കാരണം അത് അത്രമാത്രം ഈ എതിരെ നിൽക്കുന്ന ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നീനാക്കുറുപ്പ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയേക്കുന്നതിൽ പച്ചത്തെറി വരെ ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നീനാക്കുറുപ്പ് പച്ചത്തെറി പറഞ്ഞു എന്നുള്ളതല്ല, നീനാക്കുറുപ്പിനെ പറഞ്ഞ വാചകങ്ങളാണ് നീനാക്കുറുപ്പ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ ആലപ്പി അഷ്റഫ് വായിക്കുന്നത്. എന്നാലും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ടു ദി പ്രസിഡന്റ് ആൻഡ്
ദി ജനറൽ സെക്രട്ടറി. ആദരണീയ മാഡം, അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനായാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാഞ്ഞത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഇതൊക്കെയാണ് നീനാക്കുറുപ്പിന്റെ കത്തിലുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ മുഴുവനും വായിക്കുന്നില്ല. ഇത് കേട്ടവർക്ക് മനസ്സിലാകും അവിടെ ഗുണ്ടായിസം വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ടിനി ടോം നീനാക്കുറുപ്പിനെ കൈവയ്ക്കാൻ വരെ പോയി അവിടെയുള്ള ആൾക്കാർ പിടിച്ചു മാറ്റിയപ്പോഴാണ് അവിടെ ഒരു സംഘർഷത്തിൽ നിന്നും ഒഴിവായത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്നെ അടിച്ചേനെ എന്ന് വരെ പറയുന്നു. അപ്പം പക്ക ഗുണ്ടായിസം അല്ലേ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നീനാക്കുറുപ്പ് അതിനകത്ത് പറയുന്നുണ്ട് ഏതെല്ലാം രീതിയിൽ അവിടെ ചീത്ത വിളിച്ചു എന്നുള്ളത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വായിക്കുകയും ചെയ്തു. അപ്പോൾ ആ അമ്മയ്ക്കകത്ത് നടന്നത് ഇങ്ങനെയുള്ള തെറിവിളികളും കാര്യങ്ങളും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആളിനെ പേടിച്ച് ബാക്കിയുള്ളവരും എല്ലാവരും നിന്നോണം. എതിരഭിപ്രായം വല്ലതും പറയുവാണെങ്കിൽ പിന്നെ ചീത്തവിളി, അത്രേ ഉള്ളൂ. നമുക്കിതിൽ നിന്ന് ചുരുക്കത്തിൽ അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒരു വലിയ ഒരു കടന്നുകയറ്റം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ജാതിവെറിയുടെ ഒരു കടന്നുകയറ്റം തന്നെ ഈ അമ്മ എന്ന സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ വന്ന അൻസിബ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നീനാക്കുറുപ്പ് കൊടുത്ത പരാതി, അതുപോലെ മലാപാർവതി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഉഷാസീന വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയല്ലേ? സഹപ്രവർത്തകയായ ഒരു സ്ത്രീയോടാണ് ഇത്തരം ചേഷ്ടകൾ കാണിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതെന്ന് ഓർക്കുക. എന്നിട്ടും ഈ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വരാൻ ചില സ്ത്രീകൾക്കൊന്നും നാണവും മാനവുമില്ലേ? നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്നോർക്കുക. അല്ലെങ്കിലും താരസംഘടനയിൽ കാലാകാലങ്ങളായി ഇത് തന്നെയാണല്ലോ അരങ്ങേറുന്നത്. ന്യായീകരണ തൊഴിലാളികൾ കേൾക്കുന്നതിലേക്കായി അൻസിബയുടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ കേൾപ്പിക്കാം. അൻസിബ ഈ പറയുന്ന പരാതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് ശേഷം, അത് പരാതിയായി കൊടുത്തതിന് ശേഷം അവരുടെ ഗ്രൂപ്പിലിട്ട വോയിസ് ആണ് ഇത്. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന അൻസിബയുടെ നിരപരാധിത്വം നമുക്ക് അറിയാൻ പറ്റും. അൻസിബ അത്രമാത്രം സഹിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അത് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേട്ടതാണ്, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും കേട്ടതാണ്, അമ്മയിൽ പറയേണ്ടത് അമ്മയിൽ പറയണം, അതെന്തിന് മീഡിയയുടെ മുന്നിൽ പോയി പറഞ്ഞു, അത് ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിച്ചു. അമ്മയിൽ പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അൻസിബ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. അതുപോലെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ നടക്കുന്നത്, കൈ കൊണ്ട് അടിക്കാൻ വരുന്നു, അവിടെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നു, അതുപോലെ മർദ്ദിക്കാൻ പോകുന്നു. എത്രയാണെന്ന് വെച്ചാണ് ഒരു പെണ്ണ് പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും അതൊന്നും സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കാം ഈ പറയുന്ന അൻസിബ വെളിയിലേക്ക് വന്ന് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞത്. അതിനുശേഷം ഗ്രൂപ്പിലിട്ട മെസ്സേജാണ്, അവരുടെ ഗ്രൂപ്പിലിട്ട മെസ്സേജാണ് പറയുന്ന ആലപ്പി അഷ്റഫ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാവരും കൂടെ. ഞാൻ
വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് എനിക്ക് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് പറഞ്ഞ നടിയൊക്കെ നമുക്കറിയാം. അത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്ന ഒരു നടിയായിരുന്നു. അന്നേ ആ പത്രസമ്മേളനം കണ്ടപ്പോഴേ നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അതിലൊരു നാടകം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത്. എന്നുവെച്ചാൽ ടിനി ടോം പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഈ ഇന്ന ആളെ കിട്ടിയുള്ളൂ, ഞാൻ അതുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തിയതൊന്നുമല്ല, പിന്നെ ഇവിടെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് എല്ലാം കറക്റ്റാണ്. ഈ പറയുന്ന അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് ഈ ഓഡിയോ കേട്ടാലും, അതുപോലെ തന്നെ ഇതിനു മുമ്പ് നീനാക്കുറുപ്പിന്റെ പരാതി വായിച്ചതിൽ നിന്നും, അതുപോലെ ആലപ്പി അഷ്റഫിനോട് ഒരു നടിയും ഒരു നടനും സംസാരിച്ചതും എല്ലാം ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സിനിമാ മേഖലയിലേക്ക് ഒരു കൈകടത്തൽ, ഒരു ജാതി വെറി ഈ പറയുന്ന സിനിമാ മേഖലയിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കടന്നുകയറ്റത്തെ തടുക്കേണ്ടത് ആരാണ്? അവിടെയുള്ള നടന്മാരും നടിമാരും ഒക്കെയാണ്. പക്ഷെ അവരിൽ കുറച്ചു പേർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മേഖലയിലേക്ക്, ഈ സിനിമാ മേഖലയിലേക്ക് ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സിനിമാ മേഖല വേറൊരു തലത്തിലേക്ക് മാറും. നോർത്ത് ഇന്ത്യ പോലെയൊക്കെ ആയിപ്പോ എന്ന് വെച്ചാൽ, നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയിലുള്ള ആൾക്കാർക്ക് മാത്രമേ നിയമം ഒന്നും ബാധകമല്ല. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു ഗതികേട് മലയാള സിനിമയ്ക്ക് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ, ഈ ജാതിവെറി, മതവെറി, ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ, കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റങ്ങൾ, ഇതൊന്നും മലയാള സിനിമയിൽ അനുവദിക്കാൻ പാടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? അകത്തിരിക്കുന്നവർ, ഈ അമ്മ സംഘടനയിലുള്ളവരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. പക്ഷെ പ്രതികരിക്കാൻ വരുന്നവരെ എല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെ വേറെന്തെങ്കിലും ആക്ഷേപം പറഞ്ഞ് അടിച്ചിരുത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കാതെ പോയത് അൻസിബയോടാണ്. എന്തായാലും അൻസിബ അവസാനം വരെ പൊരുതാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. കോടതിയിൽ അൻസിബ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇനി മുന്നോട്ട് ഏത് രീതിയിലേക്ക് പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇത്രയും ദിവസമായി ഈ അലിഗേഷൻസിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അൻസിബയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട ജാതി മത വ്യത്യാസം നോക്കാത്ത കുറെ ആൾക്കാർ അൻസിബയുടെ കൂടെ നിൽപ്പുണ്ട്. അവർ പറയുന്നതെല്ലാം കൃത്യവും വ്യക്തവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെ പറ്റി പറഞ്ഞ അലിഗേഷൻ, ഈ പറയുന്ന വ്യക്തികളോടും അമ്മയിലുള്ള മറ്റുള്ളവർ പെരുമാറിയത് എങ്ങനെയാണെന്ന് അവർ വ്യക്തമായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഇങ്ങനെ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അമ്മയിൽ ഇനി അങ്ങനെ നടക്കാൻ പാടില്ല, ഒരു ജാതി ചിന്തയോ കോർപ്പറേറ്റുകളോ ഒന്നും കൈകടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഒരു സംഘം വനിതകളും അതുപോലെ അമ്മയിലെ പല ആൾക്കാരും തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. പോകെ ഇനിയും ഇതിനെപ്പറ്റി അലിഗേഷൻസ് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.